ഒരിക്കൽ ഒരധ്യാപകൻ തൻ്റെ ക്ലാസ്സിലുള്ള 3 കുട്ടികളെ മുൻപിലേക്ക് വിളിച്ചു. അവരെ ഒരു ദൗത്യമേൽപ്പിച്ചു. അവരുടെ എല്ലാം കയ്യിൽ 100 രൂപ വീതം കൊടുത്ത് അവരോട് പറഞ്ഞു, ഈ 100 രൂപ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അടുത്ത ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരും. നിങ്ങളുടെ വീട് നിറയ്ക്കണം. എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ച് നിറയ്ക്കാം, പക്ഷേ നിങ്ങളുടെ റൂം നിറഞ്ഞിരിക്കണം. ഈ 3 കൂട്ടുകാരും വീടുകളിലേക്ക് മടങ്ങിപ്പോയി. അവർ ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് ഈ 100 രൂപയ്ക്ക് വാങ്ങിക്കാൻ കഴിയുന്നത്. ഒരുത്തൻ ചെയ്തത് കുറച്ച് വൈക്കോൽ വാങ്ങിച്ചു. വൈക്കോൽ വാങ്ങിച്ചിട്ട് തൻ്റെ മുറി മുഴുവൻ നിറച്ചു. 100 രൂപയുടെ വൈക്കോൽ വാങ്ങിച്ച് മുറി മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. മറ്റൊരാളാണെങ്കിൽ ഈ പ്രസ്സിലൊക്കെയുള്ള പേപ്പർ കഷ്ണങ്ങളും അങ്ങനെയുള്ള വേസ്റ്റുകളും വാങ്ങിച്ച് തൻ്റെ മുറി മുഴുവൻ നിറച്ച് കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? മൂന്നാമൻ ചെയ്തത് കണ്ട് അധ്യാപകൻ അത്ഭുതപരതന്ത്രനായിപ്പോയി. അധ്യാപകൻ ഇവരെ വിസിറ്റ് ചെയ്യാനായി വീടുകളിലേക്ക് വന്നു. ഒന്നാമത്തെ കുട്ടിയെ കണ്ടു, അവൻ്റെ വീട്ടിൽ വൈക്കോൽ നിറച്ചിരിക്കുന്നു. രണ്ടാമത്തെ കുട്ടിയുടെ വീട്ടിൽ പാഴ്വസ്തുക്കളെ കൊണ്ട് നിറച്ചിരിക്കുക. മൂന്നാമത്തവൻ്റെ വീട്ടിൽ വന്നപ്പോൾ അധ്യാപകന് അത്ഭുതമുണ്ടായി. കാരണം മൂന്നാമൻ ചെയ്തത് ഒരു മെഴുകുതിരി വാങ്ങിച്ച് തൻ്റെ മുറിയിൽ കത്തിച്ചു വെച്ചു എന്നുള്ളതാണ്. ആ മുറി മുഴുവൻ പ്രകാശമയമായി മാറി. തനിക്ക് ലഭിച്ച പണം കൊണ്ട് ഒരു മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്ന ഒരു വിളക്ക് വാങ്ങിച്ച് താൻ വെച്ചു. അതാണ് താൻ ചെയ്തത്. ഒരു പക്ഷേ നമുക്ക് നിറയ്ക്കാൻ പലതും കഴിയും. നമ്മുടെ ഹൃദയത്തിൽ എന്തിനേം കൊണ്ടാണ് നാം നിറയ്ക്കുന്നത്? എന്താണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ളത്? സാധാരണ നമ്മൾ പറയാറുണ്ട്, നമ്മൾ എന്താണോ നമ്മുടെ അകത്തെ ഇൻറ്റൻഷൻ, അതനുസരിച്ചായിരിക്കും നമ്മുടെ കണ്ണുകൾ പോകുന്നത്. ചിലപ്പോൾ നാം നടന്നു പോകുമ്പോൾ നാം കാണുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ താല്പര്യത്തെ ആശ്രയിച്ചിരിക്കും. മറ്റു പലരും അത് കാണണമെന്നില്ല, മറ്റു പലരും അത് കേൾക്കണമെന്നില്ല. ഒരുപക്ഷെ പക്ഷികളെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ പക്ഷികളുടെ ശബ്ദം നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. പട്ടികളെയൊക്കെ വളർത്തുന്നവർക്ക് ഏത് പട്ടിയാണ് കുരച്ചതെന്നറിയാൻ കഴിയും. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ. ഇപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്തകൾ എന്താണ്? എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തെ നാം നിറച്ചിരിക്കുന്നത്? ഹൃദയത്തെ സകല പരിജ്ഞാനത്തോടും കൂടെ കാപ്പാൻ ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ ഹൃദയത്തിലാക്കാൻ കഴിയുമോ? എല്ലാ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ വചനം നമ്മുടെ അകത്തേക്ക് നിറയ്ക്കാമെങ്കിൽ ആ വചനം പ്രകാശം കൊടുത്തുകൊണ്ടേയിരിക്കും. അതേസമയം നിരാശയും പരാജയത്തിൻ്റെ ചിന്തകളും മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെയാണ് നിറയ്ക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ പകൽക്കാലം നിരാശാജനകമായി മാറും. ദൈവം നൽകുന്ന ഓരോ പ്രഭാതങ്ങളും സന്തോഷമാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് പ്രത്യാശയും പ്രതീക്ഷയും സ്നേഹവും സന്തോഷവും ഒക്കെ പ്രതിഫലിക്കുന്നവരായിത്തീരണം. അതിനുവേണ്ടി നാം അവസരം കൊടുക്കണം. വിദ്വേഷം ഒഴിവാക്കി, ദേഷ്യം ഒഴിവാക്കി, ക്ഷമ പറയാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനുമുള്ള മനസ്സ് പ്രാപിക്കുകയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അത് വായിലൂടെയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായി സംസാരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നിറയുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഉള്ള ചിന്തകൾ എന്താണ്? ആ ചിന്തകൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്? നാളെക്കുറിച്ചുള്ള ആശങ്കകളും ഭയങ്ങളും നിരാശയുമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. ഭയം നിങ്ങളെ കീഴടക്കും, നിരാശ നിങ്ങളെ തകർത്ത് കളയും. അതുകൊണ്ട് തന്നെ പ്രത്യാശയോടെ നാം പറയേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. അവനാണ് എൻ്റെ ഭയത്തെ പുറത്താക്കുന്നത്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ ഭയം താനെ ഓടിയകലും. നാളെക്കുറിച്ചുള്ള ആശങ്കകൾ ഓടിയകലും. നമ്മുടെ ഉള്ളിലേക്ക് പ്രതീക്ഷയും പ്രത്യാശയും ദൈവം പകരും. ഇന്ന് പകൽ ഒരു വാക്ക് ദൈവസന്നി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പകൽ അനുഗ്രഹത്തിൻ്റെ പകലാക്കണമേ, നന്മയുടെ പകലാക്കണമേ, പ്രതീക്ഷയുടെ പകലാക്കണമേ. ഞങ്ങളുടെ ഉള്ളിലെ നിരാശയും പ്രതിസന്ധികളും ആശങ്കകളും എടുത്തു കളയണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രിയ സ്നേഹിതനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ നിർഭരമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയാക്കി മാറ്റുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.